ISL 12ാം സീസണിൽ വീണ്ടും തോൽവി ഏറ്റുവാങ്ങി കേരള ബ്ലാസ്റ്റേഴ്സ്. സ്വന്തം തട്ടകത്തിൽ 1-നെതിരെ 3 ഗോളിന് പഞ്ചാബിനോട് തോറ്റു. സീസണിലെ 5ാം തോൽവിയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെത്. കഴിഞ്ഞ കളിയിലൊക്കെ നമ്മൾ നിരാശയിലാണ് പോകണം. എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ വരുന്നറിയാം, നമ്മൾ കോഴിക്കോട് നിന്ന് വരുന്നത്. ഇത് കോഴിക്കോട് നിന്ന് വന്നിട്ട് നമ്മളിത് കളി ഒരു ബോളിൽ ജയിക്കുകയാണെങ്കിൽ പോകുമ്പോൾ ഒരു മനസ്സിനൊരു തൃപ്തിയും സമാധാനമാണ്. അത്രയും നിരാശയിലാണ് പോകണേ. എന്താ വെച്ചാൽ അത്രയും പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത്, കളി കാണാൻ ജയിക്കും വിചാരിച്ചിട്ട്. പക്ഷെ ഇവിടുന്ന് പോകുമ്പോൾ നിരാശ. ഏറെ പ്രതീക്ഷയോടെ എത്തിയ ആരാധകർക്ക് വീണ്ടും നിരാശ സമ്മാനിച്ച് ബ്ലാസ്റ്റേഴ്സ്. കലൂരിൽ പഞ്ചാബിനോട് വീണത് 1-നെതിരെ 3 ഗോളിന്. മത്സരത്തിൽ ഉടനീളം കണ്ടത് പഞ്ചാബിന്റെ ആധിപത്യം. ആദ്യ പകുതിയിൽ തന്നെ പഞ്ചാബ് 3 തവണ ബ്ലാസ്റ്റേഴ്സിന്റെ വലകുലുക്കി. 7ാം മിനിറ്റിൽ തന്നെ സമീർ സെൽക്കോവിച്ചും 17ാം മിനിറ്റിൽ ഒസൂജിയും 37ാം മിനിറ്റിൽ ഡാനി റാമിറസും പഞ്ചാബിനായി ഗോൾ നേടി ബ്ലാസ്റ്റേഴ്സിന് മേൽ സർവ്വനിയന്ത്രണവും ഏറ്റെടുത്തു. മികച്ച അവസരങ്ങൾ ലഭിച്ചിട്ടും മുതലെടുക്കാൻ സാധിക്കാത്തത് കേരളത്തിന് തിരിച്ചടിയായി. 64ാം മിനിറ്റിൽ ഫാലോ NDIA നേടിയ ഗോൾ മാത്രമാണ് മഞ്ഞപ്പടയ്ക്ക് ആശ്വാസമായത്. ഇഞ്ചുറി ടൈമിൽ മർലോൺ റൂസ് റെഡ് കാർഡ് കണ്ടു. തോൽവിക്ക് പിന്നാലെ താരങ്ങൾക്കും മാനേജ്മെന്റിനുമെതിരെ ആരാധകർ ആഞ്ഞടിച്ചു. കളി ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. സത്യമായിട്ടും ഗോളിനടുത്ത് വല്ല കാട്ടിയിട്ടും കളയാം. സച്ചിനും അർഷും ഗോളി മാറ്റണം. അവര് ബോൾ എടുക്കാൻ വരണില്ല. പ്ലേ ഓഫിൽ പോയിട്ട് ഒന്നിലും കയറൂല, ഉറപ്പാ. നമ്മള് തോറ്റിക്കുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ വരുന്നത്. ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ വളരെ ദൂരെ നിന്ന് വന്ന് ഇവിടെ വന്ന് കളി കണ്ട് നിരാശപ്പെട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. അന്നത്തല്ലണ്ട നന്നാവൂല എന്നുള്ളൊരു ലെവലാണ് അവർ. ഇനി ശരിയാവില്ല ചേട്ടാ. ഇതുപോലെ ഒരു കഴിവട്ട ടീമും കഴിവട്ട മാനേജ്മെന്റും കഴിവട്ട കോച്ചിനും ഇതുവരെ കണ്ടല്ല. ഈ ഇത്രയും സീസൺ കളിച്ചിട്ട് എന്തൊട്ട് ടീം അവരൊക്കെ ടീമിന് ഉണ്ടാക്കിയാണ്. കേരളത്തിനെതിരെ ജയിക്കാനായതിൽ പഞ്ചാബിന്റെ മലയാളി താരം സുഹൈലിന്റെ കുടുംബം സന്തോഷം പങ്കുവച്ചു. വളരെ സന്തോഷം തന്നെയാണ്. ഇങ്ങനെ 3-1 ജയിക്കാൻ പറ്റിയതിൽ വളരെ വലിയ സന്തോഷം. കേരള നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കേരള ബെറ്റർ ആവുമെന്ന് വിശ്വസിക്കുന്നു. തോൽവിയോടെ ബ്ലാസ്റ്റേഴ്സ് പോയിന്റ് പട്ടികയിൽ 13ാം സ്ഥാനത്തായി. ഏപ്രിൽ 5-ന് സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം. ന്യൂസ് മലയാളം, കൊച്ചി.